ഏറ്റവും ആദരണീയനായ തിരുമേനി, വേദിയിലിരിക്കുന്ന വിശിഷ്ടരെ, പ്രിയമുള്ള ചോലത്തടത്തെ നാട്ടുകാരെ, വിശ്വാസമൂഹമേ, ഞാൻ സീർലച്ചനോട് അവിടെ ഇരുന്ന് പറഞ്ഞു, അച്ഛൻ 9:45, ഇനി എനിക്ക് 18 മിനിറ്റാണ് ടൈം ടേബിൾ പ്രകാരം അനുവദിച്ചിരിക്കുന്നത്, ഇതൊരു ക്രൂരതയാണെന്ന് പറഞ്ഞു. അപ്പം അച്ഛനോട് പറഞ്ഞു, ദൈവത്തെപ്പറ്റി, ദൈവസ്നേഹത്തെപ്പറ്റി ഒരു സഹനമായിട്ട് കണക്കാക്കിയാൽ മതി എന്ന് എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ കണക്കാക്കച്ച, ഇവരുടെ അവസ്ഥയോ, ഞാനിവിടെ വെയിൽ കൊള്ളാതെ മഴ കൊള്ളാതെ ഇതിനകത്തിരിക്കുന്നത്. എങ്കിലും ഇന്ന് ഇത്രയും ശ്രേഷ്ഠമായ കേരള ക്രൈസ്തവ സമൂഹത്തിന് അഭിമാനിക്കാൻ പറ്റുന്ന രീതിയിൽ ഈ കുന്നിൻ മുകളിൽ ഇത്തരത്തിലൊരു വേദി ഒരുക്കി, ശരിക്കും പറഞ്ഞാൽ സമുദായ ഒരു വിരുന്നൊരുക്കിയ തൈലച്ചനോടും ചോലത്തടം ഇടവക നിവാസികളോടും ഈ ദേശത്തെ വിശ്വാസ സമൂഹത്തോടും നീതി പുലർത്താൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അവസാനം നമ്മൾ ചർച്ച ചെയ്തതിനൊക്കെ ഒരു ഉത്തരത്തിലേക്ക് എത്തണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഞാനതിൻ്റെ ഗൗരവം കുറയ്ക്കാതെ തന്നെ അല്പം കാര്യഗൗരവത്തോടെ എൻ്റെ വിഷയം, ഈ കാലഘട്ടത്തിൽ ക്രൈസ്തവ അതിജീവനം സാധ്യമാണോ എന്നതിനെപ്പറ്റി ചുരുങ്ങിയ വാക്കുകളിൽ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുക. പ്രിയമുള്ളവരെ, നമുക്കറിയാം ക്രൈസ്തവ വിശ്വാസികൾ, നമ്മുടെ കുടുംബങ്ങൾ, തലമുറകളെല്ലാം അതിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെയാണ് ഈ കാലഘട്ടത്തെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആ കാലഘട്ടത്തിലാണ് ഈ ചോലത്തടം ഇടവകയിൽ ക്രൈസ്തവ ഐക്യ മഹാസമ്മേളനം നമ്മൾ നടത്തുന്നതും വലിയ ഐക്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരു കാഹളധ്വനി ഈ ചോലത്തടത്ത് നിന്ന് കേരളം മുഴുവൻ, ഭാരതസഭ മുഴുവൻ, ആഗോള സഭയിലേക്ക് അടക്കം വ്യാപിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ഇവിടുന്ന് ഇന്ന് കത്തിച്ചു വിടുന്നത്. ഞാനൊരു ദൈവവചനത്തിൻ്റെ 2-3 ഭാഗങ്ങൾ പറഞ്ഞുകൊണ്ട് ആരംഭിക്കുക. മത്തായി സുവിശേഷത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, നീ പത്രോസാണ്, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ സ്ഥാപിക്കും, നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. വീണ്ടും മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിൽ ഇങ്ങനെ പറഞ്ഞു വെക്കുന്നു, യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. ഇത് രണ്ടും പറഞ്ഞ കർത്താവിൻ്റെ മക്കൾ മിക്ക പ്രവചനങ്ങളിൽ നമ്മൾ വായിക്കുന്നത് പോലെ, എൻ്റെ ശത്രുക്കളെ നിങ്ങൾ ആഹ്ലാദിക്കേണ്ട, ഞാൻ ഉയർത്തെഴുന്നേൽക്കും, ഞാൻ വീണാലും ഉയർത്തെഴുന്നേൽക്കുമെന്ന് ആർജവത്വത്തോടെ പറയാൻ നമുക്ക് പറ്റിയാൽ, വിനാശകനെതിരെ പ്രതിരോധം തീർത്ത് കോട്ടകെട്ടി വഴികളിൽ കാവൽ നിന്ന് അരമുറുക്കി സർവശക്തിയും എടുത്ത് ഈ കാലഘട്ടത്തിൽ ക്രിസ്തുവിനോട് ചേർന്ന് ഐക്യപ്പെട്ട് കൈപിടിച്ചൊന്നിച്ചു പോകാൻ പറ്റിയാൽ, പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ നമുക്ക് അതിജീവനം സാധ്യമാണ്. കാരണം നമ്മൾ ആയിരിക്കുന്ന സഭ ക്രിസ്തുവിന്റെ സഭയാണ്. ക്രിസ്തുവാണ് സഭ സ്ഥാപിച്ചിരിക്കുന്നത്. ഇളകാത്ത പാറമേൽ മൂലക്കല്ല് സ്ഥാപിക്കപ്പെട്ടതാണ് സഭയെ പരിപാലിച്ച് നയിക്കുന്നത് ഏതെങ്കിലും മാനുഷിക വ്യക്തികളല്ല, കയ്യിൽ പാപക്കറകളോ ചോരക്കറകളോ ഉള്ളയാളല്ല. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിച്ച് നമ്മളെ ഓരോരുത്തരെയും നയിക്കുന്നത് നമുക്കറിയാം ജീവനുള്ള ദൈവമാണ്. അവന്റെ പേര് യേശു ക്രിസ്തുവാ. ആ കർത്താവ് നമ്മുടെ കൂടെ ഉള്ളിടത്തോളം കാലം ക്രൈസ്തവ സഭ, ക്രൈസ്തവ വിശ്വാസികൾ ഏതവസ്ഥയിൽ പീഡിപ്പിക്കപ്പെട്ടാലും അവിടെ നിന്ന് അവരുയർത്തെഴുന്നേൽക്കുമെന്നൊരു കാര്യത്തിൽ നമുക്ക് തർക്കമൊന്നുമില്ല. കാരണം ഏത് മഹാമാരി വന്നാലും, ഏത് സുനാമി വന്നാലും, ഏകാധിപതികൾ വന്നാലും, നിരീശ്വരവാദ പ്രസ്ഥാനങ്ങൾ വന്നാലും തകർക്കാൻ പറ്റാത്ത പാരമ്പര്യം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച ചരിത്രം നമുക്കുള്ളത് കൊണ്ട് തന്നെ ലോകത്തിന് മുമ്പിൽ ഒന്നാം നൂറ്റാണ്ട് മുതൽ നമുക്ക് ആ ചരിത്രമുണ്ട്. ആദ്യ നൂറ്റാണ്ടുകളിലെ ആ വലിയ പ്രതിരോധങ്ങളെ, 2, 3, 4 നൂറ്റാണ്ടുകളിലെ കടന്നാക്രമണങ്ങളെ, മധ്യ നൂറ്റാണ്ടുകളിലെ ആ ഇരുണ്ട യുഗങ്ങളെയെല്ലാം അതിജീവിച്ചുകൊണ്ട് 21-ാം നൂറ്റാണ്ടിൽ ഇന്ന് സഭ നിൽക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് നമ്മൾ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ, ഈ ദേവാലയമുറ്റത്ത് നമ്മളിരുന്ന് ഈ ദൈവത്തെ ആരാധിക്കുന്നുണ്ടെങ്കിൽ, ഈ അതിജീവനം സാധ്യമായത് കൊണ്ട് തന്നെയാണ് 2000 വർഷവും നമ്മൾ പ്രതിസന്ധി നേരിട്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ പ്രതിസന്ധി ഒരു പുതിയ സംഭവമൊന്നുമല്ല ക്രൈസ്തവ വിശ്വാസികളെ സംബന്ധിച്ചിട്ട്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് തന്നെ നമുക്ക് അതിജീവനം സാധ്യമാണ്. യോശുവ പ്രവചനങ്ങൾ 1-ാം അധ്യായം 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ഊർജം നൽകുന്നുണ്ട്, നമുക്ക് പ്രത്യാശ നൽകുന്ന ഭാഗങ്ങളാണ്. ഞാൻ ഏറ്റവും ചുരുക്കി അവിടെ നിന്ന് പറയാൻ വേണ്ടി ആഗ്രഹിക്കുക. 2-3 കാര്യങ്ങളാണ് പറയുന്നത്. ന്യായപ്രമാണ ഗ്രന്ഥം നിന്റെ അധരങ്ങളിൽ ഉണ്ടെങ്കിൽ, നീ നിയമം പാലിക്കുന്നുണ്ടെങ്കിൽ, നീ ശക്തനും ധീരനുമാണെങ്കിൽ, നീ ധൈര്യത്തോടെ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, മോശയോട് കൂടെ എന്നതുപോലെ ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും, ആർക്കും നിന്നെ തോൽപ്പിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ കർത്താവല്ലേ നമ്മുടെ കൂടെയുള്ളത്. ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിലൂടെ നയിച്ച് കാനാനിലേക്ക് നയിച്ചത് കർത്താവ്.
മരുഭൂമിയിലെ പ്രതിസന്ധികളെയെല്ലാം നേരിടാൻ അവർക്ക് ധൈര്യം കൊടുത്ത കർത്താവ് ഇന്ന് ജീവനുള്ളവനായി ജീവിക്കുന്നവനായി നമ്മുടെ കൂടെയുള്ളപ്പോൾ നമ്മൾ എന്തിനാ പേടിക്കുന്നത്? നമുക്ക് അതിജീവനം പറ്റും. ഈ കാലഘട്ടത്തിൽ നമുക്ക് അതിജീവനം വളരെ എളുപ്പമാണ്. അതിനെ നേരിടാനുള്ള ദൈവകൃപയ്ക്ക് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. പ്രധാനമായിട്ടും ഈ കാലഘട്ടത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് രീതിയിലുള്ള പ്രതികൂലങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പ്രതിസന്ധികളെ രണ്ട് രീതിയിലുള്ള പ്രതിസന്ധികൾ. ഒന്ന് ആന്തരികമായ പ്രതിസന്ധികൾ, ആന്തരിക ശത്രുക്കൾ, അല്ലെങ്കിൽ രണ്ട് ബാഹ്യമായ ശത്രുക്കൾ. അതിൽ ആന്തരികമായ പ്രതിസന്ധികൾ, പ്രതികൂലങ്ങളുടെ മേഖലയിൽ ഒരു 3 പോയിന്റുകൾ പ്രധാനമായിട്ടും പറയാൻ വേണ്ടി ആഗ്രഹിക്കുക. ഒന്നാമതായിട്ട് നമുക്കറിയാം, ഇന്ന് നമ്മുടെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയപ്പെടുന്നത് പ്രബോധനങ്ങളിലുള്ള വെള്ളം ചേർക്കലാണ്. യാതൊരു വെള്ളം ചേർക്കലുമില്ലാതെ ദൈവവചനം അതിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് വ്യാഖ്യാനിച്ച് ദൈവമക്കൾക്ക് കൊടുക്കാൻ പറ്റിയാൽ, ഈ കാലഘട്ടത്തെ നമുക്ക് പങ്കുവെക്കാൻ വേണ്ടി പറ്റിയാൽ നമുക്ക് അതിജീവനം സാധ്യമാണ്. ഇന്ന് അധികാര വിധേയത്വത്തിന്റെ പേരിൽ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ഭയപ്പാടിന്റെ പേരിൽ, വേറെ ഏതെങ്കിലും ഭീഷണികളുടെ പേരിൽ നമ്മൾ ഈ ദൈവവചനത്തിലും പ്രബോധനങ്ങളിലും നടത്തുന്ന വെള്ളം ചേർക്കലാണ് ഇന്ന് നമുക്ക് അതിജീവനം തടയുന്ന, അതിജീവനം സാധ്യമാക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ. യേശുക്രിസ്തു ദൈവമാണെന്ന്, അവൻ ഏകരക്ഷകനാണെന്ന്, യേശുക്രിസ്തു മനുഷ്യനായി ഭൂമിയിലേക്ക് അവതരിച്ച് കുരിശിൽ മരിച്ച് ഉയർപ്പിക്കപ്പെട്ടതിലൂടെയാണ് നമുക്ക് പാപമോചനവും നിത്യരക്ഷയും സാധ്യമായതെന്ന് ഒരു കലർപ്പുമില്ലാതെ നമുക്ക് വിശ്വാസ സമൂഹത്തോടും അവിശ്വാസികളോടും പങ്കുവെക്കാൻ വേണ്ടി നടത്തുന്നതാണ് നമ്മുടെ അതിജീവനം ആരംഭിക്കാൻ വേണ്ടി പോകുന്നത്. രണ്ട്, ഈ എല്ലാ പ്രതിസന്ധികൾക്കും എല്ലാ വിഭാഗീയതകൾക്കും അപ്പുറത്തേക്ക്, പ്രത്യേകിച്ചും ഇന്ന് നമ്മുടെ ഇവിടെ ഈ മീറ്റിംഗിൽ ആശംസ പ്രസംഗങ്ങൾ മുതൽ അവസാന നിമിഷം വരെ എല്ലാവരും പങ്കുവെച്ചത് ഐക്യവും സ്നേഹവുമാണ്. ഒരുമയോടെ എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ, എല്ലാവരെയും എന്താണ് പറയാ, വിഭാഗീയതകൾക്ക്, ഡിനോമിനേഷനുകൾക്ക് അപ്പുറത്തേക്ക്, പ്രസ്ഥാനങ്ങൾക്കപ്പുറത്തേക്ക്, സംഘടനകൾക്കപ്പുറത്തേക്ക് നിന്നുകൊണ്ട് ക്രിസ്തു എന്ന വികാരത്തിന്റെ കീഴിൽ, ക്രിസ്തു എന്ന സ്നേഹത്തിന്റെ കീഴിൽ ഒന്നിച്ച് ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഐക്യമാണ് ഈ കാലഘട്ടത്തിൽ ക്രൈസ്തവ സമൂഹം മേടിച്ചെടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, സാമൂഹിക വിഷയങ്ങളിൽ നമ്മൾ ഇടപെടുമ്പോൾ, ഇവൻ ജസ്റ്റിസ് JB കോശി കമ്മീഷന്റെ കാര്യമായിക്കോട്ടെ, നമ്മുടെ ന്യൂനപക്ഷ അവകാശങ്ങളുടെ കാര്യമായിക്കോട്ടെ, എന്ത് കാര്യമാണെങ്കിലും നമ്മുടെ ഇടയിൽ ഒന്നാമതായിട്ട് രൂപപ്പെടേണ്ടത് നമ്മുടെ ഇടയിലുള്ള ഐക്യമാണ്. കത്തോലിക്ക സഭ മുതൽ പെന്തക്കോസ്ത സഭകൾ വരെ യേശുക്രിസ്തുവിൽ ഏകരക്ഷകനും നാഥനും കർത്താവുമായി വിശ്വസിച്ച് ഏറ്റുപറയുന്ന എല്ലാവരും ഐക്യത്തോടെ ഒന്നിച്ച് നിൽക്കാൻ പറ്റിയാൽ, ആ ഐക്യത്തെ പ്രതിരോധിക്കാനോ ഐക്യത്തെ ഇല്ലാതാക്കാനോ ഈ ലോകത്തിലെ ഒരു ആറ്റം ബോംബിനും പറ്റുകയില്ല എന്ന് കാലം തെളിയിച്ചതാണ്. പക്ഷെ എന്നിട്ടും നമുക്ക് ഒന്നിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിലും എഫേസ്യസ് ലേഖനം 4-ാം അധ്യായത്തിലും ഒക്കെ വിവരിക്കുന്ന ഒരു ആന്തരിക ഐക്യമുണ്ടല്ലോ, ഐക്യം നമ്മൾ സ്ഥാപിച്ചെടുക്കണം. ഒപ്പം യേശുക്രിസ്തു, മൂന്നാമതായിട്ട് യേശുക്രിസ്തു നമ്മെ ഭരമേൽപ്പിച്ചിട്ട് പോയ ഒരു പ്രധാനപ്പെട്ട ദൗത്യമുണ്ട്, സുവിശേഷവൽക്കരണം. യാതൊരു കലർപ്പുമില്ലാതെ ആ സുവിശേഷവൽക്കരണ ദൗത്യത്തിൽ പൂർണ്ണമായിട്ട് ഏർപ്പെടാൻ നമുക്ക് പറ്റണം. യാതൊരു മുൻവിധിയുമില്ലാതെ, വരായികകൾ നോക്കാതെ സുവിശേഷം പങ്കുവെക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചിട്ട് അതിജീവനം സാധ്യമല്ല. ഇന്ന് നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ്, നമുക്ക് സുവിശേഷം പങ്കുവെക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. സഭയും സമുദായവും സൈലന്റ് മോഡിൽ നിന്ന് പതുക്കെ ഒരു ആക്റ്റീവ് മോഡിലേക്ക് മാറണം. ഫ്ലൈറ്റ് മോഡിലും സൈലന്റ് മോഡിലും ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് ആക്റ്റീവ് മോഡിലേക്ക്, ഇവാഞ്ചലൈസേഷൻ മോഡിലേക്ക് നമ്മൾ മാറണം. നമുക്കറിയാമല്ലോ, സുവിശേഷം പ്രഘോഷിക്കപ്പെടാത്ത സഭ അത് ക്രിസ്തുവിന്റെ സഭയല്ല, അതൊരിക്കലും ക്രിസ്തുവിന്റെ സഭയാകത്തില്ല. വെറും ഒരു ചാരിറ്റി ഓർഗനൈസേഷൻ ആയിട്ട് മാത്രമേ നിൽക്കത്തുള്ളൂ. ഇപ്പൊ ബാബു വർഗീസ് സാറും ഒക്കെ നമ്മളോട് പറഞ്ഞതുപോലെ, ഇന്ത്യയിൽ, ഈ കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ സുവിശേഷത്തിന്റെ പ്രകാശം പരത്തിക്കൊണ്ട് ഇവിടെ ജാതീയതയുടെയും വർണ്ണവർഗ വ്യത്യാസങ്ങളുടെയും ഒക്കെ പേരിക്കടന്നിരുന്ന ഒരു ജനതയിലെ ഉള്ളിലേക്ക് വലിയ പ്രകാശം ഊതി എത്തിച്ചുകൊണ്ട് ഈ നമ്മുടെ നാടിനെ, ഇന്ത്യ എന്ന് പറയപ്പെടുന്ന മഹാരാജ്യത്തെ, അല്ലെങ്കിൽ നമ്മുടെ കേരള മണ്ണിനെ ഇന്നത്തെ ഈ അവസ്ഥയിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിച്ചത് നമ്മുടെ ക്രൈസ്തവ മിഷണറിമാരിലൂടെ പകർന്നു നൽകപ്പെട്ട സുവിശേഷമാണ് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. ചാതുർവർണ്ണങ്ങളുടെയും
അനാചാരങ്ങളുടെയും അന്ധവിശ്വാസങ്ങളുടെയും ജാതീയ വ്യവസ്ഥകളുടെയും എല്ലാം അടിമത്തത്തിൽ കഴിഞ്ഞിരുന്നൊരു ജനത്തെ മേലാളന്മാർ നടന്നു പോകുന്ന വഴിയിലൂടെ കീഴാളന്മാർ നടന്നു പോയാൽ അവരെ കെട്ടിത്തൂക്കി തല്ലിക്കൊന്നിരുന്ന ഒരു നാട്ടിലെ ജനതയെ തുണിയുടിപ്പിക്കാനും മാറുമറയ്ക്കാനും മുണ്ടുടുക്കാനും ഒന്നിച്ചൊരേ പന്തിരുന്ന് ഭക്ഷണം കഴിക്കാനും ഒരേ ക്ലാസ് മുറിയിരുന്ന് പഠിക്കാനും പഠിപ്പിച്ചത് ഇവിടുത്തെ ക്രൈസ്തവ മിഷണറിമാരാണ്. ആ മിഷണറിമാരെ അതിനുവേണ്ടി പ്രചോദിപ്പിച്ച ആശയത്തിന് പറയുന്ന പേരാണ് സുവിശേഷം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുന്നത് പോലെ വചനം മാംസമായി അവതരിച്ച സുവിശേഷം. ആ സുവിശേഷം യാതൊരു കലർപ്പുമില്ലാതെ ഒരു ചമലമില്ലാതെ പകർന്നു കൊടുക്കാൻ ആരംഭിക്കുന്നിടത്തുനിന്നേ നമ്മുടെ അതിജീവനം നമുക്ക് സാധ്യമാകാൻ പറ്റുള്ളൂ. രണ്ടാമത് ഭാഗ്യശക്തികളുടെ ആക്രമണമാണ്. ഭാഗ്യശക്തികളുടെ ആക്രമണം എല്ലാ കാലഘട്ടത്തിലും ഉണ്ട്. 1-ാം നൂറ്റാണ്ട് മുതലുണ്ട്. സിംഹങ്ങള്, തീക്കുണ്ടങ്ങള്, വാളുകള്, കൊട്ടാരങ്ങള്, രാജാക്കന്മാര്, പ്രഭുത്വങ്ങള്, ആധിപത്യങ്ങളെല്ലാം കൂടി നമ്മളെ ഞെരുക്കിയ കാലഘട്ടങ്ങൾ നമ്മുടെ മുമ്പിലെല്ലാം ഉണ്ട്. അന്നൊക്കെ ഓരോ കാലഘട്ടത്തെയും അതിജീവിക്കാൻ കരുത്ത് കൊടുത്ത ദൈവം, സർവശക്തനായ ദൈവം, ഏത് രാജ്യത്താണോ യേശുക്രിസ്തുവിനെ കുരിശിലേറ്റിയത്, അതേ രാജ്യത്തിന്റെ തലസ്ഥാനത്ത്, ഒരിക്കലും ഇളകാത്ത റോമാ സാമ്രാജ്യത്തിന്റെ ആസ്ഥാനത്ത് കത്തോലിക്ക സഭയുടെ ക്രൈസ്തവ വിശ്വാസത്തിന്റെ കേന്ദ്രം സ്ഥാപിക്കാൻ സ്വർഗത്തിലെ ദൈവത്തിന് പറ്റുമെങ്കിൽ, പ്രിയമുള്ളവരെ, എത്ര ഞെരുക്കിയാലും ആ ഞെരുക്കുന്ന ദേശത്ത് ക്രൈസ്തവ വിശ്വാസത്തിന്റെ വസന്തം തീർക്കാൻ സ്വർഗത്തിലെ ദൈവത്തിന് പറ്റും എന്നുള്ളൊരു കാര്യം നമ്മൾ മറക്കണം. ആ ദൈവം ജീവനുള്ള ദൈവമാ. അതിന്റെ പേര് യേശുക്രിസ്തു എന്ന. ഇന്ന് ഈ കാലഘട്ടത്തിൽ നമ്മൾ രാജാക്കന്മാരുടെ അധിനിവേശ ശക്തികളുടെ തീവ്രവാദ ശക്തികളുടെ ഏകാധിപതികളുടെ ഒക്കെ വെല്ലുവിളികൾ നമ്മൾ നേരിടുമ്പോൾ നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ രക്ഷയ്ക്കായി മറ്റൊരു ദൈവമില്ല, യേശു മാത്രമാണ് എന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഉപവാസത്തോടെ, പ്രാർത്ഥനയോടെ, സ്നേഹത്തോടെ, ഐക്യത്തോടെ നമുക്ക് നിൽക്കാൻ വേണ്ടി പറ്റിയാൽ എല്ലാ കോട്ടകളും തകരും, എല്ലാ ചങ്ങലകളും പൊട്ടി വീഴും, എല്ലാ തടവറകളും തുറക്കപ്പെടും, ഏത് വലിയ തീക്കുണിയാണേലും അവിടെ മഞ്ഞുമഴ പെയ്തിറങ്ങും. അതുപോലെ ഒരു ചരിത്രമേ, അങ്ങനെ ഒരു അതിജീവനത്തിന്റെ ചരിത്രം മാത്രമേ സഭയ്ക്കുള്ളൂ. അതാണ് സഭയുടെ അതിജീവന ചരിത്രം. ആ ചരിത്രം ഇന്നും ആവർത്തിക്കും, നാളെയും ആവർത്തിക്കും, മറ്റന്നാളും ആവർത്തിക്കും. ക്രൈസ്തവ സമൂഹത്തിന് ഒരു അതിജീവനമുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇതിലേക്ക് നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മളെ ഈ അതിജീവനം സാധ്യമാക്കാൻ പറ്റാത്ത രീതിയിൽ കൊണ്ടുപോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളൊന്ന്, നമ്മുടെ അനൈക്യത്തിലേക്ക് നമ്മളെ നയിക്കുന്ന പ്രധാനപ്പെട്ട കാരണങ്ങളൊന്ന് നമ്മുടെ രാഷ്ട്രീയ അടിമത്വം. നമ്മുടെ രാഷ്ട്രീയ അടിമത്തം അവസാനിപ്പിക്കണം. ക്രൈസ്തവ വിശ്വാസികളുടെ രാഷ്ട്രീയ അടിമത്തം അവസാനിപ്പിച്ച് വിശ്വാസ സമൂഹത്തിന് വേണ്ടി ഒന്നിച്ചു നിൽക്കാൻ നമ്മളെല്ലാം സംഘടിതരായിട്ട് നീങ്ങുമ്പോൾ മാത്രമേ ഉള്ളൂ ഈ രാജ്യത്ത്, ജനാധിപത്യ രാജ്യത്ത്, നമുക്കൊരു രക്ഷ തുടക്കം പോലും കുറിക്കാൻ വേണ്ടി പറ്റുള്ളൂ. യഥാർത്ഥത്തിൽ നമുക്കറിയാം, നമ്മുടെ രാജാവ് ക്രിസ്തുവാണ്. നമ്മുടെ രാജാവ്, അദൃശ്യനായ രാജാവ് ക്രിസ്തു മാത്രമാണ്. നാം രക്ഷയ്ക്ക് ആശ്രയിക്കേണ്ടത് അവനിൽ മാത്രമാണ്. നമ്മുടെ മുമ്പിൽ ഒരു ഉദാഹരണമുണ്ട്. ഇസ്രായേൽ ജനം ഈജിപ്തിലെ അടിമത്തത്തെ കടന്ന് നൂറ്റാണ്ടുകൾ അവിടെ കടന്ന് ഞെരുങ്ങിയപ്പോൾ അവര് രക്ഷയ്ക്ക് വേണ്ടി ഫറവോയുടെ ശത്രുവായ ഏതെങ്കിലും ഒരു രാജാവിന്റെ അടുത്തോ ഫറവോയുടെ എതിരാളികളായ ഏതെങ്കിലും ആളുകളുടെ അടുത്തോ പോയി കലാപമുണ്ടാക്കിയോ സംഘടിക്കുകയോ ഒന്നുമല്ല ചെയ്തത്. അവര് മുട്ടുകൾ മടക്കിയത്, അവര് നിലവിളിച്ചത് ദൈവത്തിന് മുമ്പിൽ മാത്രമാ. അവര് മറ്റൊരു രാജാവിന്റെ അടുത്തേക്ക് പോയില്ല, അവര് വേറൊരു രാജാവിനെ അന്വേഷിച്ചില്ല, അവർ ആഭ്യന്തര കലാപം ഉണ്ടാക്കിയില്ല, അവര് വേറൊരു വിഭാഗീയത ഉണ്ടാക്കിയില്ല. അവരൊന്നിച്ചു നിന്ന് സർവശക്തനായ യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തി കരഞ്ഞ് നിലവിളിച്ചു. ആ സർവശക്തനായ ദൈവം കൂടെയുണ്ട് എന്ന ബോധ്യമില്ലാത്തത് കൊണ്ടല്ലേ ഇന്ന് ഈ കാലഘട്ടത്തിൽ നമ്മൾ രക്ഷയ്ക്ക് വേണ്ടി മറ്റു പല നേതാക്കന്മാരെയും രാജാക്കന്മാരെയും ഒക്കെ അന്വേഷിച്ചു പോകുന്നത്. ഇന്ന് കർത്താവ് യേശുക്രിസ്തുവിനേക്കാളും കൂടുതൽ ക്രൈസ്തവ സമൂഹത്തിന്റെ രക്ഷ വേറെ ആരെയൊക്കെ ഏൽപ്പിച്ചെന്ന രീതിയിൽ നമ്മൾ പോകുന്നത് തന്നെയാണ്. പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിന്റെ മുമ്പിൽ നമ്മളെ അയോഗ്യരാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാലഘട്ടത്തിന്റെ ഐക്യം സാധ്യമാക്കിക്കൊണ്ട് ഈ കാലഘട്ടത്തെ നേരിടുന്ന വെല്ലുവിളികളെ അതിജീവിക്കാൻ നമുക്ക് പറ്റണമെങ്കിൽ യേശുക്രിസ്തുവിന്റെ മുമ്പിലേക്ക് മുട്ടുകൾ മടക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാകണം. യേശുക്രിസ്തുവിന്റെ മുമ്പിൽ വന്ന ഐക്യത്തോടെ നിലവിളിക്കാൻ നമ്മൾ തയ്യാറാകണം. അങ്ങനെ തയ്യാറാകുന്നിടത്ത്
സർവശക്തന്റെ ഇടപെടലുണ്ടാകും. ഇന്ന് നമ്മൾ കുതിരകളുടെയും രഥങ്ങളുടെയും ആധിപത്യങ്ങളുടെയും പ്രഭുക്കന്മാരുടെയും ഏകാധിപതികളുടെയും രാജാക്കന്മാരുടെയും ഇഡി പോലുള്ള സംവിധാനങ്ങളുടെയും എല്ലാം മുമ്പിൽ പോയി മുട്ടുമടക്കി നിൽക്കുന്ന ഒരവസ്ഥയാണ്. അതല്ല, നമ്മൾ കർത്താവിന് മുമ്പിലേക്ക് വരണം. രണ്ട്, രാഷ്ട്രീയ നേതൃത്വങ്ങൾ എനിക്ക് പറയാനുണ്ടായിരുന്നു, പക്ഷെ അവരൊക്കെ നേരത്തെ ഏറ്റുപോയി. അതുകൊണ്ട് ഞാൻ അവരോടൊന്നും കാര്യമായിട്ട് പറയാൻ വേണ്ടി പോകുന്നില്ല, അതിനെപ്പറ്റി ഞാൻ സമയം കളയുന്നില്ല. പക്ഷെ ഒരു കാര്യം ചരിത്രത്തിൽ ഒരു കാര്യം മാത്രം പറയാം. ഇംഗ്ലണ്ടില് ഹെൻറി 8ാമൻ രാജാവിന്റെ കാലഘട്ടത്തില് അദ്ദേഹത്തിന്റെ ചാൻസലറായിരുന്നു കാർഡിനൽ വൂൾസി. ദീർഘകാലം അദ്ദേഹം ഈ കാർഡിനൽ വൂൾസി ഹെൻറി 8ാമൻ രാജാവിന്റെ രാജസദസ്സിൽ ചാൻസലറായിട്ട് അദ്ദേഹം ശുശ്രൂഷ ചെയ്തു. അതിനുശേഷം ദുരന്തപൂർണമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതാവസാനം. ക്യാൻസറൊക്കെ പിടിപെട്ട് ശരീരമെല്ലാം പൊട്ടിയകന്ന് വ്രണമൊലിച്ച് മരണക്കിടക്കയിൽ വേദനിച്ച് മരണത്തോട് മല്ലടിച്ച് കിടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സഹായിയായിട്ട് നിന്ന ആ മനുഷ്യനെ കൊണ്ട് ഡയറിയിൽ ഇപ്രകാരം എഴുതി വെപ്പിച്ചു: ഞാൻ രാജാവിനെ സേവിച്ചതിന്റെ 10-1 തീഷ്ണതയോടെ എന്റെ ദൈവത്തെ സേവിക്കുകയായിരുന്നെങ്കിൽ എനിക്ക് ഈ അന്ത്യം വരത്തില്ലായിരുന്നു, ഈ ദുരന്തപൂർണമായ അന്ത്യം വരത്തില്ലായിരുന്നു. നമ്മുടെ രാഷ്ട്രീയ നേതൃത്വങ്ങള് യേശുക്രിസ്തുവിന്റെ പേര് പറഞ്ഞ് വിശ്വാസികളുടെ വോട്ട് മേടിച്ച് അധികാരത്തെ കയറി സ്ഥാനമാനങ്ങൾ കിട്ടിക്കഴിയുമ്പോൾ ഇവിടുത്തെ വിശ്വാസ സമൂഹത്തെ മറന്നുകൊണ്ട് ജീവിക്കുന്ന രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഈ കാർഡിനൽ വൂൾസിയെ പോലെയുള്ളവരുടെ ജീവചരിത്രങ്ങളൊന്ന് വായിക്കുന്നത് നല്ലതായിരിക്കും എന്ന് മാത്രം പറയാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുക. അതോടൊപ്പം തന്നെ ഈ കാലഘട്ടത്തിൽ മറ്റു ചില പ്രശ്നങ്ങൾ: ജനസംഖ്യ, കുടിയേറ്റം, വിവാഹപ്രായം, തൊഴിൽ, കൃഷി. ഈ മേഖലയിൽ നമ്മൾ അടിയന്തരമായ ശ്രദ്ധ കൊടുത്ത് അതിനെ മറികടക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. നമുക്കറിയാം, മുമ്പേ നമ്മളോട് പറഞ്ഞു, അച്ഛന്മാരൊക്കെ പറഞ്ഞു, ജനാധിപത്യ രാജ്യത്ത് വോട്ടിനാണ് പ്രധാനം. ആ വോട്ട് ആണ് നമുക്കുള്ള ഭരണകൂടത്തിൽ നമുക്കുള്ള പ്രാതിനിധ്യം നിശ്ചയിക്കുന്നത്. ഇന്ന് ഭരണകൂടങ്ങൾക്ക്, രാഷ്ട്രീയ പാർട്ടികൾക്ക് പോലും ഇവിടുത്തെ ക്രൈസ്തവരെ വേണ്ടാത്തതിന്റെ കാരണം നമ്മൾ ജനസംഖ്യാപരമായിട്ട് ഓരോ ദിവസവും താഴത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. പാഴ്സി സിൻഡ്രം ബാധിച്ച അവസ്ഥയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ ക്രൈസ്തവ സമൂഹത്തെ ജനസംഖ്യാപരമായിട്ട് പിടിച്ചു കയറ്റാൻ വേണ്ടി നമുക്ക് പറ്റുന്നില്ലെങ്കിൽ അതിജീവനം തുടക്കത്തിലെ പാളും. ഈ ചോലത്തെടുത്ത് ഇന്ന് രാത്രിയിൽ നമ്മുടെ വിശ്വാസ സമൂഹം ഇന്ന് രാത്രി പ്രധാനമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം: എങ്ങനെയാണ് എൻ്റെ ദേശത്ത്, എൻ്റെ നാട്ടിൽ എനിക്കെൻ്റെ ഈ മേഖലയിൽ ഒരു പരിഹാരം കണ്ടെത്താൻ വേണ്ടി പറ്റുക? രണ്ട്, നമ്മുടെ മക്കളെല്ലാം വിദേശത്തേക്ക് കുടിയേറിക്കൊണ്ടിരിക്കുക. അതിന് കാരണം മറ്റൊന്നുമല്ല, ഈ നാട്ടിൽ തൊഴിലില്ല. ഉന്നത വിദ്യാഭ്യാസം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരാൾക്ക് മര്യാദയ്ക്ക് തൊഴിൽ പോലും കൊടുക്കാൻ പറ്റാത്ത സർക്കാർ സംവിധാനങ്ങളുടെ പരാജയമാണ്. ഈ പരാജയത്തിനെതിരെ നമ്മൾ സ്വരമുയർത്തണം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഈ തൊഴിൽ മേഖലയിലുള്ള ഇടപെടലിന്റെ പരാജയത്തിനെതിരെ സ്വരമുയർത്താൻ നമ്മുടെ കൈകൾ, നമ്മുടെ യുവജനങ്ങളെ പറ്റി കരങ്ങൾ ഉയർത്തണം. അതിന് പകരം ഇന്നെന്താ, നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇവിടുന്ന് പായിക്കുക വിദേശത്തേക്ക്. തറവാട് അന്യം നിൽക്കുമ്പോൾ, തറവാട് ശൂന്യമാകുമ്പോൾ, പ്രിയമുള്ളവരെ, ശൂന്യമാക്കിയിട്ട് നമ്മുടെ മക്കളെ വിദേശത്തേക്ക് വിടണോ വേണ്ടയോ എന്നത് നമ്മൾ അന്വേഷിക്കണം. ഒപ്പം ഇവരുടെ തൊഴിലിനെ ബ്ലോക്ക് ചെയ്യുന്ന, തൊഴിലിനെ ഇല്ലാതാക്കുന്ന, തൊഴിൽ സംവിധാനങ്ങൾ ഇല്ലാതാക്കുന്ന എല്ലാ രാഷ്ട്രീയ ഇടപെടലുകൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും സർക്കാരുകൾക്കും വരെ സ്വയമുയർത്താനും നമുക്ക് വേണ്ടി പറ്റണം. ഈ കുടിയേറ്റത്തെ പറ്റി നമ്മൾ വളരെ ഗൗരവത്തോടെ ചിന്തിക്കണം. കുടിയേറ്റം നമ്മുടെ ഭൂമിയുടെ കൈവശാവകാശത്തെയൊക്കെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട്. കുടിയേറ്റം നമ്മുടെ സാമ്പത്തിക അവസ്ഥയെ ബാധിച്ചിട്ടുണ്ട്. കുടിയേറ്റം നമ്മുടെ ജനസംഖ്യയെ ബാധിച്ചിട്ടുണ്ട്. കുടിയേറ്റം നമ്മുടെ രാഷ്ട്രീയത്തെ ബാധിച്ചിട്ടുണ്ട്. കുടിയേറ്റം നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലുമുള്ള രാഷ്ട്രീയ രംഗത്ത് നമ്മുടെ ഇടപെടലുകളിലെ നമ്മുടെ സാന്നിധ്യത്തെ ബാധിച്ചിട്ടുണ്ട്. അതെല്ലാം എങ്ങനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പറ്റും നമ്മുടെ നാട്ടിൽ? അതിനേരേ ഒരു വഴിയുള്ളൂ. ഇവിടുത്തെ ക്രൈസ്തവര് തൊഴിൽ ദാതാക്കളായിട്ട് മാറണം. നമ്മുടെ എല്ലാം കുടുംബങ്ങള്, നമ്മുടെ എല്ലാം ഇടവകകള്, തൊഴിൽശാലകള്, പള്ളിയോട് ചേർന്ന് പള്ളിക്കൂടം കെട്ടിപ്പൊക്കിയ അതേ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് പള്ളിയോട് ചേർന്ന് തൊഴിൽശാലകൾ ആരംഭിച്ചുകൊണ്ട് നമ്മുടെ യുവക്കൾക്ക് തൊഴിൽ കൊടുക്കാനുള്ള സംവിധാനങ്ങളെ പറ്റി നമ്മൾ ചിന്തിക്കണം. ഇതുപോലെയുള്ള ഒരു മഹാസമ്മേളനം നടത്തി വിപ്ലവം സൃഷ്ടിക്കാൻ ഈ ചോലത്തടം ഇടവക്കാർക്ക് പറ്റുമെങ്കിൽ ഈ കേരള സമൂഹത്തിലെ തന്നെ ആദ്യത്തെ ഒരു തൊഴിൽശാലയും ഈ ചോലത്തടം ദേശത്ത് ഉയർത്താൻ നിങ്ങൾക്ക് പറ്റില്ലേ എന്നൊരു ചോദ്യം കൂടെ ഞാൻ ഇവിടെ ഉയർത്താൻ വേണ്ടി ആഗ്രഹിക്കുക. മറ്റുള്ളവരുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി അധ്വാനിക്കുന്ന ക്രൈസ്തവരായ നമുക്കെന്താ നമ്മുടെ അവകാശത്തിന് വേണ്ടി, അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി കയ്യൊന്ന് പൊങ്ങാൻ പറ്റാത്തത്, സ്വരമൊന്നും ഉയരാൻ പറ്റാത്തത് എന്താ? നമ്മൾ ചിന്തിച്ചേ പറ്റൂ. ഒപ്പം നമ്മുടെ യുവാക്കളുടെ വിവാഹപ്രായം അതിങ്ങനെ പൊക്കോണ്ടിരിക്കുക. ക്രൈസ്തവ സമൂഹത്തിൽ, പ്രത്യേകിച്ചും കത്തോലിക്ക സഭയിൽ അതിപ്പോ
നമ്മുടെ സുറിയാനി സഭയിലാണെങ്കിൽ ഏകദേശം 28 പെൺകുട്ടികളുടെ ആമ്പിള്ളേർ 35 ഒക്കെ ആയിക്കഴിഞ്ഞു. ഈ അവസ്ഥയെപ്പറ്റി നമ്മൾ ഗഹനമോടെ ചിന്തിക്കണം. വിവാഹം വേണ്ട, കുടുംബം വേണ്ട, മക്കള് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആ കുടുംബ സംവിധാനങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന രീതിയിൽ നമ്മുടെ മക്കൾ ചിന്തിച്ച് കാലഘട്ടത്തിന്റെ അല്ലെങ്കിൽ ദൈവവചനത്തിന് വിരുദ്ധമായി ജീവിച്ചു പോകുമ്പോൾ അവരെ തിരിച്ച് ക്രിസ്തുവിലേക്ക് കൊണ്ടുവരുവാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിലും നമ്മുടെ അതിജീവനം സാധ്യമാകില്ല എന്നൊരു കാര്യം കൂടെ നമ്മൾ ഓർക്കണം. പ്രിയമുള്ളവരെ, കാർഷിക മേഖലയെ പറ്റി ഞാനും കാർഷിക മേഖലയിൽ അധ്വാനിച്ച് കുടുംബം പറ്റുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് ആ മേഖലയെ പറ്റി പറയാനുണ്ട്. ഞാൻ ഒറ്റ വാക്കിൽ അവസാനിപ്പിക്കും, ഒറ്റ വാചകം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. കാർഷിക മേഖല വൃത്തിയിൽ അടിസ്ഥാനമിട്ടുകൊണ്ട് നിൽക്കുന്ന ക്രൈസ്തവ സമൂഹം കാർഷിക മേഖലയിൽ ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടി ഒന്നിച്ചു നിന്ന് അധ്വാനിക്കാത്ത കാലത്തോളം ആ മേഖലയിലെ നമ്മുടെ അതിജീവനവും സാധ്യമല്ല. ഞാൻ അതിനകത്ത് 1-2 കാര്യം, ഒരു സ്വപ്നം ആടിയാൻ വേണ്ടി ആഗ്രഹിക്കുക. ഞാനൊക്കെ കാണുന്ന ഒരു സ്വപ്നം എന്താണെന്നറിയോ? ഈ കേരളത്തില്, ഈ ഇന്ത്യയില് കർഷകർ ഭരിക്കുന്ന സർക്കാരുകൾ രൂപപ്പെട്ടു വരണം. കർഷകർ ഭരിക്കുന്ന സർക്കാരുകൾ, കർഷകർ നേതൃത്വം കൊടുക്കുന്ന ഭരണ സംവിധാനങ്ങൾ ഇവിടെ നമുക്ക് ഉണ്ടാക്കിയെടുത്തേ പറ്റൂ. അതിന് കാർഷിക മേഖലയിലെ ജനങ്ങൾ സംഘടിതരാകണം. ഇന്ന് ഇന്ത്യയിൽ തന്നെ സംഘടിതരില്ലാത്ത 2 വിഭാഗങ്ങളാണ്. ഒന്ന് കർഷകരും 2 ക്രിസ്ത്യാനികളും. ഒന്ന് കർഷകരും 2 ക്രിസ്ത്യാനികളും. ഈ 2 വിഭാഗവും ഇവിടെ ഞെരുങ്ങി ഇല്ലാതായിക്കൊണ്ടിരിക്കുക, ഞെരുക്കപ്പെട്ടുകൊണ്ടിരിക്കുക. ഈ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകണമെങ്കിൽ നമ്മൾ മുന്നോട്ട് വരണം. കാരണം ഈ ഇന്ത്യ മഹാരാജ്യത്തും ഈ കേരളത്തിനും നവോത്ഥാനത്തിനും തുടക്കം കുറിച്ചിട്ടുള്ളത് ക്രൈസ്തവ സഭയാണ്. അത് പള്ളിമുറ്റത്തു നിന്നും പള്ളിക്കകത്തു നിന്നുമാണ് നമ്മുടെ നവോത്ഥാനങ്ങൾ ആരംഭിച്ചതെങ്കിൽ ഇന്ത്യയിലെ കാർഷിക മേഖലയെ പിടിച്ചുയർത്താൻ, നിവർത്തി നിർത്താൻ വേണ്ടുന്ന ഒരു നവോത്ഥാനത്തിന് തിരികൊളുത്തേണ്ടത് നമ്മൾ പള്ളിയിൽ നിന്ന് ആരംഭിക്കണം, നമ്മുടെ ഇടവകളിൽ നിന്ന് ആരംഭിക്കണം, നമ്മുടെ കൂട്ടായ്മകളിൽ നിന്ന് ആരംഭിക്കണം എന്നുകൂടി ഞാൻ പറയാം. ഞാൻ അവസാനിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ കാര്യങ്ങളൊക്കെ ഞാൻ ആവേശത്തോടെ പറഞ്ഞു. ഈ അതിജീവനം സാധ്യമാകണമെങ്കിൽ ഇന്ത്യയിൽ ജീവിക്കുന്ന നമുക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ സാധിക്കണം. നമ്മുടെ ഭരണഘടനയെ നമുക്ക് ചേർത്ത് പിടിക്കാൻ വേണ്ടി പറ്റണം. ഈ ഭരണഘടന നിലനിൽക്കുന്നിടത്തോളം കാലം മാത്രമേ നമുക്കിവിടെ ക്രിസ്ത്യാനികളാണെന്ന് പറഞ്ഞ് സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ പറ്റുള്ളൂ. ഇന്ന് ഭരണഘടനാ മൂല്യങ്ങൾ, ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൗലികമായ അവകാശങ്ങൾ, എന്തിനേറെ പറയുന്നു, ഭരണഘടനയുടെ പ്രിയാമ്പിൾ എഴുതി വെച്ചിരിക്കുന്ന ഇന്ത്യൻ ഭരണഘടന ശ്രേഷ്ഠ മൂല്യങ്ങളായ ജസ്റ്റിസ്, ലിബർട്ടി, ഈക്വാലിറ്റി, ഫ്രട്ടേണിറ്റി, നീതിയും സമത്വവും സ്വാതന്ത്ര്യവും സാഹോദര്യത്വം പോലും അപകടത്തിലേക്ക് പൊക്കോണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആ ഭരണഘടന ഇവിടെ നിലനിൽക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. കാരണം ആ ഭരണഘടന ഇവിടെ നിൽക്കുന്നതുകൊണ്ടാണ്, ജനാധിപത്യം ഇവിടെ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇവിടെ മതേതരത്വം നിലനിൽക്കുന്നത്. ജനാധിപത്യമെന്ന് ഈ ഭരണഘടന നീക്കപ്പെടുന്നു, അന്ന് ഇവിടെ മതേതരത്വമില്ലാതെയാകും. അന്ന് നമ്മുടെ സ്വാതന്ത്ര്യത്തോടെയുള്ള നമ്മുടെ വിശ്വാസ ജീവിതത്തെ അത് ബാധിക്കും. അതുകൊണ്ട് ഇവിടെ നമ്മൾ ക്രൈസ്തവ സമൂഹം ഈ കേരളത്തിലും ഇന്ത്യയിലും ഒരു നിലനിൽപ്പിന് വേണ്ടി, ഒരു അതിജീവനത്തിന് വേണ്ടിയാണ് നമ്മൾ പോരാടാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മൾ നമ്മുടെ വലത് കൈയിൽ വിശുദ്ധ ബൈബിൾ പിടിക്കുന്നതോടൊപ്പം തന്നെ ഇടത് കൈയിൽ നമ്മൾ ഭരണഘടന മുറുകെ പിടിച്ചുകൊണ്ട് ആ ഭരണഘടനയുടെ സംരക്ഷണത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അതിന് ഭരണാധികാരികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ആ സുവിശേഷം ഭരണഘടനയെ സ്വാധീനം ചെലുത്തുന്ന 4 വാക്കുകളാണ്: നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യത്വം. ഇത് 4ഉം എടുത്തു കളയാൻ വേണ്ടിയുള്ള അക്ഷീണ പരിശ്രമത്തിൽ ഇന്ത്യ മഹാരാജ്യത്തിന്റെ സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതവിടെ നിലനിൽക്കേണ്ടത് ക്രൈസ്തവരായ നമ്മുടെ ആവശ്യമാണ് എന്ന ബോധ്യത്തോടുകൂടി ആ ഭരണഘടന സംരക്ഷിക്കുന്നതിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, നമ്മൾ അധ്വാനിക്കണം, നമുക്ക് പോരാടണം. ഞാൻ സമാപിപ്പിക്കുന്നു. മത തീവ്രവാദത്തെ മതേതരമായും വർഗീയതയെ ദേശീയതയെയും ഒക്കെ ഉയർത്തി കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന എല്ലാ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളെയും രാഷ്ട്രീയ പാർട്ടികളെയും എല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് ക്രൈസ്തവ അതിജീവനം സാധ്യമാക്കുന്നതിന് വേണ്ടി ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ ഒന്നിച്ചു നിൽക്കാൻ നമുക്ക് ഈ ഐക്യകാഹള സമ്മേളനത്തിന്റെ അവസാന സെഷനിൽ തീരുമാനമെടുക്കാം. ഞങ്ങൾ ഒന്നിച്ചു നിൽക്കും. എന്തിനാണെന്നറിയോ? ഈ രാജ്യത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി, വിശ്വാസത്തെ പടുത്തുയർത്തുന്നതിന് വേണ്ടി, സുവിശേഷം ലോകത്തിന് കൊടുക്കുന്നതിന് വേണ്ടി, ഇനിയും സുവിശേഷത്തിന്റെ പ്രകാശം കടന്നു ചെന്നിട്ടില്ലാത്ത ഇന്ത്യ മഹാരാജ്യത്തിന്റെ കുഗ്രാമങ്ങളിലേക്ക് പോലും കടന്നു ചെന്നുകൊണ്ട് അവിടെ പ്രകാശമായി മാറാൻ ഞങ്ങൾ ഐക്യത്തോടെ നിൽക്കും എന്നൊരു തീരുമാനം നമുക്ക് എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഈ ഐക്യകാഹള സമ്മേളനം ഒരു പരാജയപ്പെടും. അതുകൊണ്ട് അതിനൊരു തീരുമാനം നമുക്ക് എടുക്കാം. അതിനുവേണ്ടി
പരിശുദ്ധാത്മാവിന്റെ മുമ്പിൽ നമുക്ക് അഭയം തേടാം. പരിശുദ്ധാത്മാവാകുന്ന കലാലയത്തിന് മുമ്പിൽ നമുക്ക് എളിമപ്പെട്ടിരിക്കാം. അവിടെ നിന്ന് ലഭിക്കുന്ന ജ്ഞാനത്തിന്റെയും അറിവിന്റെയും ബോധ്യത്തിന്റെയും വിശ്വാസത്തിന്റെയും വിവേകത്തിന്റെയും വിശുദ്ധിയുടെയും ധീരതയുടെയും ശക്തിയുടെയും എല്ലാം ആത്മാവിനെ സ്വായത്തമാക്കിക്കൊണ്ട് ഉദ്ധിതനായ യേശു ക്രിസ്തുവിന്റെ മുമ്പിൽ മുട്ടുകുത്തി ആ മുട്ടുകുത്തിയ കാലുകൾ പകർന്നിരുന്ന ഊർജം ഉപയോഗിച്ചുകൊണ്ട് ഈ രാജ്യത്ത് ക്രൈസ്തവ വിശ്വാസവും ക്രൈസ്തവ ഐക്യവും സ്നേഹവും സുവിശേഷവും എല്ലാം കത്തിപ്പടർത്തുന്നതിന് വേണ്ടി നമുക്ക് അധ്വാനിക്കാം, ഒരുമിക്കാം. അതിനു വേണ്ടുന്ന കൃപകൾക്ക് വേണ്ടി സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കാം.